നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. Cheers. Cheers. അല്ല അജയ എന്നതൊക്കെ കാണിക്കുന്നേ? ഇതാണ്ട് ഇപ്പൊ ഒരു കാര്യം ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കുന്നു. ഒരു കാര്യമില്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? നമ്മള് കള്ളു കുടിച്ചോണ്ടിരിക്കല്ലേ, എന്നാ അതൊരു കാര്യമല്ലേ? അത് ഇവിടെ തന്നെ വേണം നിർബന്ധം ഇല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഏതെങ്കിലും ബാറി കയറിപ്പോ വീശാന്ന്. അതൊക്കെ ഒരു ചടങ്ങാണോ? ഓ, എന്നിട്ട് ഇത്രയും കാലം ഇതല്ലായിരുന്നല്ലോ അഭിപ്രായം. അഭിപ്രായം ഇരുമ്പോലൊക്കെ ഒന്നല്ലല്ലോ നമ്മുടെ. അത് ആവശ്യാനുസരണം മാറ്റവും മറിക്കുകയൊക്കെ ചെയ്യാലോ. എന്നാലും ഇതൊരു വല്ലാത്ത മറിപ്പായി പോയി. അല്ല അച്ഛാ എന്നാത്തിനാ ആ പെണ്ണുമ്പിളിക്ക് കാശ് കൊടുത്തത്? ഷാനുവിന്റെ ഉമ്മയ്ക്ക്. അതിനെ കാണാനാണ് ഇത് വർക്കത്തില്ല. ഒന്നും കാണാതെ അച്ഛൻ ഇന്ന് വരെ ആർക്കെങ്കിലും 10 പൈസ കൊടുത്തിട്ടുണ്ടോ? അച്ചായനെല്ലാം കണ്ടിട്ടേ എന്നും ചെയ്യൂ. എല്ലാം തനിക്ക് താമസിയാതെ വെളിവാകും. അതെ, വളവള വർത്താനം പറയാതെ അത് ഫിനിഷ് ചെയ്തിട്ട് ഒന്നും കൂടി അടിക്ക്. എന്നാലും ഇതൊരു വല്ലാത്ത മനോരോഗം തന്നെ. ഇതിന്റെ പേരാണ് ഉന്മാദം. എന്നാ പറയുന്നെന്നോ ചെയ്യുന്നെന്നോ ഒരു പിടിയും കാണുകയില്ല. അച്ചാനെ കൊണ്ടുപോയി ഷോക്ക് അടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഓ, കുറച്ച് പാടുപെട്ട് കേട്ടോ. ഇതാരും കാണാതെ തപ്പി എടുത്ത് കോപ്പി എടുക്കാൻ. ഇയാളെന്നാ ഇവിടെ പറയാം. കുറച്ച് പണിപ്പെട്ടു. എണ്ണൊന്നും വേണ്ട, പറഞ്ഞ തുക മുഴുവനുണ്ട് അതില്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ അല്ല, ഒന്നടിക്കുന്ന. അയ്യോ വേണ്ട വേണ്ട, ഡ്യൂട്ടി ടൈം. ഡ്യൂട്ടി നോക്കുന്നൊരു പൊന്നു മോൻ. എന്നാ വെച്ചാ ഞാൻ എന്നാക്കി കാണുന്നേ? എല്ലാം പറയാം. പൂജമുള്ള എന്തിയെ? മുറിയിലുണ്ട്. ദേ അവിടെ. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അറിയില്ല മുതലാളി. മോളെ, നേരെ ഉത്തരയില്ലേ? മോൾ എന്നതാ ഉറങ്ങാത്തെ? എത്ര പറഞ്ഞാലും മോൾ എന്നതാ അനുസരിക്കാത്തത്? സമയത്ത് ആഹാരം കഴിക്കണം, നല്ല ഉറക്കം കിട്ടണം. ഈ സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതല്ലേ? അല്ല മോളെ, കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോൾക്ക് എന്നെ ആകെ ഒരു വല്ലായിക. ഏയ്, അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഒഴിയൊന്നും വേണ്ട. അങ്കിളിനെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നാ ആദ്യത്തിനായിട്ട് മോൾക്ക് എന്നതേലും പ്രശ്നമുണ്ടോ? അയ്യോ ഒന്നുമില്ല അങ്കിൾ. ചോദിക്കുമ്പോ അമിത സ്വാതന്ത്ര്യം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ടാ. ഷാനുവിനൊപ്പം ഒളിച്ചോടാനിരുന്ന പൂജയുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ ആദ്യത്തിനെത്തിയത്? ശരിക്കും മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഷാനുവാണോ അതോ ആദിത്യനോ? അതറിഞ്ഞിട്ട് വേണം അങ്കിളിന് മോളോട് ചില സത്യങ്ങൾ തുറന്നു പറയാൻ. ആദ്യം താനിവിടെ ഉണ്ടായിട്ടാണോ ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നത്? എടോ ആദിത്യ, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഈ കൊച്ചിനോട് സമയത്തുറങ്ങാനും വല്ലതൊക്കെ കഴിക്കുവാനും? എടോ,
ഈ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നഷ്ടം തനിക്കും കൂടിയല്ലേ? ഇതാ പറയുന്നത്, പിള്ളേര് കളിച്ച് നടക്കേണ്ട പ്രായത്തില് അച്ഛനമ്മയായ ഇങ്ങനെ ഇരിക്കും. എന്നതായാലും നിങ്ങൾ ഇവിടെ തന്നെ വന്ന് പെട്ടത് നന്നായി. നോക്കാനും ഉപദേശിക്കാനും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ഈ നേരത്ത് ധാര. ഹലോ, ആന ഇറങ്ങിന്നോ? ചക്കക്കൊമ്പനാണോ അതോ പടയപ്പയോ? കൊലകൊല്ലിയോ? എന്റെ കർത്താവേ, എന്താ പിന്നെ അവനൊരു നടക്കി പോത്തില്ലല്ലോ. ആ ശരി, ഞാൻ ഉടനെ എത്താം. ശരി. ഓനച്ചോ, ഓനച്ചോ, ആദിത്യ താനും കൂടെ വന്നേ. ആടോ വാ. ഓനച്ചാ, ഓനച്ചോ, എന്നാ മുതലാളി? താനേ ചെന്നാ തോക്ക് കൊണ്ടേക്കൊന്നെടുത്ത്. തോട്ടത്തിൽ ആന ഇറങ്ങിന്ന്. കൊലകൊല്ലിയ. അയ്യോ, അവൻ ആ ഏലം മുഴുവൻ ചവിട്ടി തേക്കും. പോരാത്തതിന് നല്ല കുറച്ച് റോബസ്റ്റി നട്ടതാ. എന്റെ കർത്താവ്, ഈ കൊലക്കൊല്ലി കൊണ്ട് തോറ്റല്ലോ. താനേ ആ തോക്കൊന്ന് പെട്ടെന്ന് എടുത്തേ. മോളെ, താൻ പോയി കിടന്നു. ആദ്യത്തെ എന്റെ കൂടെ വാ. അല്ല, ഒറ്റയ്ക്ക് അവിടെ വേറെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാ? ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോ ഓനച്ചിരി ഇവിടെ നിൽക്കട്ടെ. അയ്യോ, താൻ എന്റെ കൂടെ വാ. ഒരു രസമല്ലോടൂ. പാടൂ. അല്ല മുതലാളി, ഞാനില്ല. എന്നാ പേടിയാ? എടോ, താനൊരാടല്ലേ? ഇത്രയും പേടിയുള്ള ആളാണോ ഒരു പെൺകൊച്ചിനെയും കൂടെ പൊറപ്പിക്കാൻ ധൈര്യം കാണിച്ച് വിളിച്ചുകൊണ്ട് വന്നത്? കഷ്ടം തന്നെ. അല്ല, ഇവിടെ പൂജ തനിച്ചല്ലേ? എന്നാ ക്ലാരമ്മ മനുഷ്യ സ്ത്രീയല്ലേ? അങ്ങനെയല്ല, എന്നാലും എന്റെ കൊച്ചെ, ഇവന്റെ കൂടെയാണോ ഈ ജന്മം മുഴുവൻ ജീവിക്കാൻ പോകുന്നേ? ആദ്യം പോയിക്കോളൂ, ഞാനിവിടെ സേഫ് അല്ലേ, പിന്നെന്താ പ്രശ്നം? കണ്ടോ, ആ പെൺകൊച്ചിനുള്ള ധൈര്യം പോലും തനിക്കില്ലാതായി പോയല്ലോ. ആര് പറഞ്ഞു ആദിക്ക് ധൈര്യമില്ലാന്ന്? അത് മാത്രം ഞാൻ സമ്മതിച്ചു തരില്ല. ആദിയുടെ ഒറ്റ ധൈര്യം കൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എന്നാ നോക്കി നിൽക്കാതെ വാടോ. കാടിന്റെ ഒരു സുഖവും എന്നെ പോലുള്ള പാവം കർഷകന്റെ വേദനയൊക്കെ ഒന്ന് നേരിൽ അനുഭവിക്കണ്ടേ? ആ നമ്പടി, താൻ പെട്ടെന്ന് നമ്മുടെ ആ മദാമപ്പാറയിലെ തോട്ടത്തിലേക്ക് വാ. അവിടെ ആന ഇറങ്ങിയത്. ആ ഓ, ഇതാ ഞങ്ങൾ ഇറങ്ങല്ലേ. അവന് സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്നേ, തേൻ വേം വാ.